ഇത്രയും സ്നേഹിച്ചവർ എന്നെ ഇങ്ങനെ ചതിച്ചു എന്നോ അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ പൈസയ്ക്ക് വിറ്റു എന്ന് പറയുമ്പോൾ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ അതിൻ്റെതിലാണ് ഞാൻ ഇരുന്ന് കരയുന്നത്. ഞാൻ കരയുന്നതിന്റെ റീസൺ മേ ബി പലർക്കും അറിഞ്ഞൂടാ കേട്ടോ. ഇത്രയും അനുഭവിച്ച ഒരു പെൺകുട്ടി ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ വേറെ ഇല്ല. പുള്ളിയോട് എന്നെ പ്രണയിക്കാൻ പറഞ്ഞു. നീ ആരിത് മന്മഥനെ? ഞാൻ കുറച്ച് സാധനങ്ങളാണ് ഈ പറയുന്ന സിബിൻ്റെത് ഞാൻ കണ്ടിട്ടുള്ളത്. ആക്ച്വലി ഈ ചെറുക്കൻ്റെ പേര് പറയാൻ എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു കേസാണ്. ഈ പറയുന്ന പുള്ളിയെ മനഃപൂർവ്വം ബിഗ് ബോസ് ഇറക്കി വിട്ടാണ് ഈ പറയുന്നതൊക്കെ ശുദ്ധ തെമ്മാടിത്തരം നുണയുക. ഇനിയിപ്പോൾ നാളെ വന്ന് ഇതിൻ്റെ പേരിൽ വീഡിയോ ചെയ്താലും എനിക്കൊരു ഉണ്ടയില്ല. അത് വേറൊരു കാര്യം. ഒന്നാമത്തെ എൻ്റെ ധൈര്യം എന്താണെന്ന് പറയുമ്പോൾ നമുക്ക് നഷ്ടപ്പെടാൻ എന്തെങ്കിലും ഉള്ളൂ, നമുക്ക് പേടിക്കേണ്ടത്. എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഞാൻ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഈ പുള്ളിയുടെ അസൂയ ഉണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. ഒരു പ്രശ്നം വന്നപ്പോൾ പുള്ളിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഞാൻ അത്രയും പ്രശ്നത്തിൽ പിടിച്ചിരിക്കുന്നുണ്ട്. ഈ പറയുന്ന പുള്ളി എൻ്റെ പഴയ ചരിത്രം 10ാം ക്ലാസ്സിൽ എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ലോകത്ത് റിലേഷൻഷിപ്പ് ഉണ്ടാവാത്ത ഒരു മനുഷ്യനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് പറയുന്നതുകൊണ്ട് എനിക്കൊരു നാണക്കേടും ഇല്ല. എന്താണ് ഈ പറയുന്ന ഈ വ്യക്തി ഇവരെല്ലാവരെയും വലിച്ചഴിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ കൊച്ചുമായിട്ട് ബന്ധം? എന്തുകൊണ്ടാണ് നിങ്ങൾ ബ്രേക്കപ്പ് ആയത്? എന്തിനാണ് ഏതിനാണെന്നും പറഞ്ഞ് എൻ്റെ ജീവചരിത്രം എടുക്കാൻ നടക്കുക. എനിക്ക് എന്താ ഏറ്റവും വിഷമമായെന്ന് പറയുമ്പോൾ എനിക്ക് ആര്യ ചേച്ചിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നുണ്ട് സൈബർ ബുള്ളിങ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. ഇത് അനുഭവിച്ച ഒരാളാണ് നമ്മളെ ഇട്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് വേറെ വിഷമമായത്. പുള്ളിക്കാരി എന്നെ പറയുന്നുണ്ട് പുള്ളിക്കാരിയുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ പുള്ളിക്കാരിക്ക് തെറ്റ് പറ്റി പോയിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് പറ്റിപ്പോയിട്ടുള്ള അതുപോലെ തന്നെ ഒരു മനുഷ്യ സ്ത്രീയാണ് ഞാൻ. തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ട്. പക്ഷേ ആ ഒരു ജീവിതം ഒരു കൂട്ടം ആൾക്കാരുടെ മുമ്പിലേക്ക് വലിച്ചു കീറി ഇട്ട് കൊടുത്ത ഒരു കൊച്ചിൻ്റെയും അതുപോലെ തന്നെ ഒരു കുടുംബത്തിന് എൻ്റെ അത്താര വോയിസ് ഉൾപ്പെടെ കേൾപ്പിച്ച് കൊടുക്കാൻ നിൽക്കുന്ന ഒരാളാണ് ആര്യ ചേച്ചി. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഇവരിത് പറയുമ്പോൾ ഇവർക്കൊന്നും തോന്നുന്നില്ലേ? ഈ ലെറ്റർ വരുന്ന ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തിനാണ് ഇതിവർ മാറ്റി പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. ജാസ്മിൻ ഇത് വന്നു എന്ന് പറയുമ്പോൾ എന്തിനത് മാറ്റി പറയുന്നു? നിങ്ങൾ ബൈക്കിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞ വാർത്തകളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ സത്യമാണെന്ന് അറിയില്ല. ഗബ്രി ആയിട്ട് പോയി എന്ന് പറയുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് അല്ലെങ്കിൽ ആക്ഷേപമോ അധിക്ഷേപമോ ഒന്നുമില്ല. ഒരു മനുഷ്യനോട് വണ്ടി കയറുന്ന പറഞ്ഞാൽ ഇത്ര ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനും ഇത്ര ഇരുന്ന് പുച്ഛിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് പറയാനൊന്നുമില്ല. അവൻ ഇറങ്ങിയ സമയത്ത് അവൻ ആ ഒരു പോസിറ്റീവ് ഇല്ല. അത്രയും വെറുപ്പാണ് അവന് കിട്ടിയത്. എന്നിട്ട് ഇവിടെ എന്നെ ഇട്ട് കൊടുത്തില്ലല്ലോ. ഇവരുടെ ഒരു ഇതെനിക്ക് അറിയില്ല. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇവരിയ്ക്കുന്നതിനോ എനിക്ക് താല്പര്യം, പേഴ്സണലി എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ജാസ്മിൻ ഇപ്പം അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട്, കപ്പടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും അവൾക്ക് ഇനി ഒരു നെഗറ്റീവ് വരാനോ അല്ലെങ്കിൽ നെഗറ്റീവ് വരുന്ന എന്തെങ്കിലും ഫാക്ടർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇടപെട്ട് അത് ഒന്നും ഉണ്ടാവരുതെന്നുള്ളൊരു ഇന്റൻഷൻ എനിക്കുണ്ടായിരുന്നു. ഇവള് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അവൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ പറയുന്ന രണ്ടുപേരെ എനിക്കറിയാം. ഇവർ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനാണ് എനിക്ക് പാട്. പക്ഷെ രണ്ടുപേരെ എനിക്കറിയാം. എനിക്ക് ഇവള് ചിന്തിക്കുന്നതിനെക്കാളും കൂടുതൽ കണക്ട് ആയത് അവൻ ചിന്തിക്കുന്നതാണ്. കാരണം എനിക്ക് ആ ഒരു കപ്പിനെ കഴിയും അല്ലെങ്കിൽ ഇത്ര പൈസയെ കഴിയും എനിക്ക് ഏറ്റവും വലുത് എൻ്റെ കപ്പ് കിട്ടി. ഇതുമെല്ലാം കിട്ടിയിട്ട് ഞാൻ ഇവിടെ വന്ന് ഇതറിഞ്ഞ് ഞാൻ വല്ലതും ചെയ്തു പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കപ്പും കൊണ്ടും പൈസയും കൊണ്ടും ഒരു കാര്യമില്ല. അപ്പോൾ തല്ലരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ തല്ലാൻ വരുന്നത് ജാസ്മിനെയാണ്. അതെങ്ങനെയാണ് സംഭവിച്ചത്? അത് ഈ ബിഗ് ബോസിലെ ഏറ്റവും വലിയ ഒരു ടോപ്പിക് ആയിരുന്നതാണ് കാസ്റ്റിംഗ് കൗച്ചുമായിട്ട് ബന്ധപ്പെട്ട് സിബിൻ പുറത്തു വന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ. സിബിനകത്ത് നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അയാൾ അവിടെ അനുഭവിച്ച ഒരു പ്രോബ്ലം ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതേ പറ്റിയിട്ടുള്ള ജാസ്മിൻ്റെ അഭിപ്രായം എന്താ? ഞാൻ കുറച്ച് സാധനങ്ങളാണ് ഈ പറയുന്ന സിബിൻ്റെത് ഞാൻ കണ്ടിട്ടുള്ളത്. ആക്ച്വലി ഈ ചെറുക്കൻ്റെ പേര് പറയാൻ എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു കേസാണ്. വന്ന് പറഞ്ഞു എന്ന് ഞാൻ ആദ്യമൊക്കെ അറിഞ്ഞത് അത്തായി ഉമ്മായിട്ട് ഫോട്ടോ ഇട്ടു, അവരത്തൊന്ന് സോറി പറഞ്ഞു, അതിന് ശേഷം വന്ന് ഇങ്ങനത്തേത് കാണിച്ചു. ഇതൊക്കെയാണ് ഞാൻ അവിടെ വെച്ച് അറിയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം ഇത് ഞാൻ കുറേ കേട്ടു. പിന്നെ ജാസ്മിനെ ഫേവർ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന പുള്ളിയെ മനഃപൂർവ്വം ബിഗ് ബോസ് ഇറക്കി വിട്ടാണ് ഈ പറയുന്നതൊക്കെ ശുദ്ധ തെമ്മാടിത്തരം നുണയുക. ഇനിയിപ്പോൾ നാളെ വന്ന് ഇതിൻ്റെ പേരിൽ വീഡിയോ ചെയ്താലും എനിക്കൊരു ഉണ്ടയില്ല. അത് വേറൊരു കാര്യം. ഇത്രയും ഇനി എന്നെ ചെയ്യാനായിട്ട് പ്രത്യേകിച്ചൊന്നും ബാലൻസ് ഇല്ല. ഒന്നാമത്തെ എൻ്റെ ധൈര്യം എന്താണെന്ന് പറയുമ്പോൾ നമുക്ക് നഷ്ടപ്പെടാൻ എന്തെങ്കിലും ഉള്ളൂ, നമുക്ക് പേടിക്കേണ്ടത്. എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. എൻ്റെ കുടുംബത്തെ എത്രത്തോളം വലിച്ചു കീറാമോ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ ഒരു കൊച്ചിനെ എത്രത്തോളം വലിച്ചു കീറി അതിൻ്റെ ജീവിതം നശിപ്പിക്കാമോ അതൊക്കെ എല്ലാവരും കൂടെ ചെയ്ത് തീർന്നു കഴിഞ്ഞു. ഇനി എനിക്ക് പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനില്ല. പിന്നെ നമ്മൾ ആരുടെ ലൈഫിലോട്ട് ഇടപെടാതിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ പറയുന്ന പയ്യൻ്റെ ആണെങ്കിൽ ഞാൻ എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പയ്യൻ എൻ്റെ ഫാമിലി വെച്ച് കുറേ കളിച്ചു. പുള്ളി പറയുന്നുണ്ടായിരുന്നു എനിക്കെന്തോ എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് എന്തൊക്കെയോ വരുന്നത് ലെറ്റർ വരുന്നതെന്നൊക്കെ ഈ പുള്ളിയെ പറഞ്ഞു തോന്നുന്നല്ലേ? ഓർമ്മയില്ല. എനിക്കറിയില്ല. എനിക്ക് ജാൻമണി ചേച്ചി എവിടെ ഒരിടത്ത് പറഞ്ഞതായിട്ട് എനിക്കറിയാം. പിന്നെ ഈ പുള്ളി പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു. ഓർമ്മയില്ല കേട്ടോ എനിക്ക് എവിടെ നിന്നൊക്കെ ഇതാണ്. എൻ്റെ ലെറ്ററിൻ്റെ കേസ് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. എനിക്ക് മാത്രമല്ല ആ വീട്ടിലുള്ള എല്ലാവർക്കും ലെറ്റർ വരാറുണ്ട്. എന്താണ് പുറത്ത് നടക്കുന്നത്? നിങ്ങളുടെ വീട്ടുകാർക്ക് സുഖമാണ്, സന്തോഷമായിരിക്കും, നിങ്ങൾക്ക് നാളെ ഇത്ര റേറ്റിംഗ്. ഇതൊന്നുമല്ല. നമുക്ക്
നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഈ സീസണിലെ ഏറ്റവും വലിയ പ്രത്യേകത മെഡിക്കൽ റൂമിന് റെസ്റ്റ് കിട്ടിയിട്ടേ ഇല്ല. എല്ലാവരും നാഴിക്ക് 40 വട്ടം മെഡിക്കൽ റൂമിലായിരുന്നു. എല്ലാ മനുഷ്യർക്കും ഞാൻ ആഴ്ചയിൽ 2-3 വട്ടമെങ്കിലും മെഡിക്കൽ റൂമിൽ കയറി ഇറങ്ങും. എല്ലാവരും പറഞ്ഞ ജിൻഡോ കാക്ക ആയിക്കോട്ടെ, അർജുൻ ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, അപ്സരേച്ചി ആയിക്കോട്ടെ, എല്ലാവർക്കും മെഡിക്കൽ റൂമിൽ ഭയങ്കര ഇതായിരുന്നു. അപ്പം നമ്മുടെ മരുന്ന് ഏത് സമയത്ത് എന്ത്, ഇല്ലെങ്കിൽ നമ്മുടെ ഫുഡിൻ്റെ ഒരു ഇതോ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഡ്രസ്സ് വരുന്നില്ല. അപ്പം എനിക്കൊക്കെ ഡ്രസ്സ് വരാതിരിക്കുമ്പോൾ ഞാൻ ഇരുന്ന് പറയാം എനിക്ക് ഡ്രസ്സില്ല, വീക്കെൻഡിൽ ഡ്രസ്സില്ല. അപ്പം നമുക്ക് ലെറ്റർ വരും, എന്ത്, നിങ്ങളുടെ വസ്ത്രങ്ങൾ വന്നിട്ടില്ല, വരുമ്പോൾ നൽകുന്നതായിരിക്കും. ഇത് പുറത്തെ ഇൻഫർമേഷൻ അല്ല. ഈ പറയുന്നത് ഈ ഒരു ലെറ്റർ എനിക്ക് മാത്രമല്ല കിട്ടിയിട്ടുള്ളത്, അവിടെയുള്ള മിക്ക കണ്ടസ്റ്റൻസിനും വന്നിട്ടുള്ള സാധനം. കിട്ടാത്തവർ ചുരുക്കമാണ്, കിട്ടാത്തവർ ആരും ഇല്ലെന്ന് തോന്നുന്നു. ആദ്യമൊക്കെ പോയവർക്കായിരിക്കും കിട്ടാത്തത്. അപ്പം ഇതെന്താണ്, നമുക്കിപ്പോൾ ഡ്രസ്സില്ല, ഇവർ എല്ലാം മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യത്തില്ല. ബിഗ് ബോസ് എല്ലാം അനൗൺസ് ചെയ്യത്തില്ല. കുറേയൊക്കെ നമുക്ക് ഇതായിട്ടായിരിക്കും വരുന്നത്. നിങ്ങളിപ്പം വീക്കെൻഡ് എപ്പിസോഡൊക്കെ വരുമ്പോൾ വീക്കെൻഡ് എപ്പിസോഡിനായി നിങ്ങൾ ഉടൻ തന്നെ പോയി കിടന്നുറങ്ങുക, നാളെ വീക്കെൻഡ് എപ്പിസോഡ് ഉള്ളതായിരിക്കും, പെട്ടെന്ന് ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ലെറ്റർ വരും. അപ്പം ഈ സാധനം എന്താണെന്ന് പോലും അറിയാതെ ഏതൊരു വട്ടം ഞാൻ ഇത് എന്ത് ചെയ്തു, എനിക്ക് ലെറ്റർ വന്നിട്ട് ഞാൻ മടക്കി ഇതിനകത്ത് വെച്ചു, പൗച്ചിൽ വെച്ചു. എന്തിനാ വെച്ചത് എനിക്കിനെ അറിയാൻ പാടില്ല. ഞാൻ ചുമ്മാ എന്തോ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ഞാൻ വെച്ചതാ. ഇതെൻ്റെ മൈക്കിൽ നിന്ന് കണ്ടു എന്നും പറഞ്ഞ് ഒരാൾ വന്ന് പറയുന്നു. മലയാളം വായിക്കാൻ അറിയാത്ത ആളാണേ വന്ന് പറയുന്നത്. എന്തായതെന്ന് അറിഞ്ഞൂടെ. അതാണ് ഇതാണ് എനിക്ക് അത്ഭുതം. എന്താണെന്ന് വെച്ചാൽ ഈ ലെറ്റർ വരുന്ന ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തിനാണ് ഇതിവർ മാറ്റി പറയുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ജാസ്മിൻ ഇത് വന്നു എന്ന് പറയുമ്പോൾ എന്തിനിത് മാറ്റി പറയുന്നു എനിക്കൊരു പിടുത്തമില്ല. ഈ പറയുന്ന സിബിൻ ഇതിനകത്ത് എന്താ പറഞ്ഞിരുന്നത്, മരുന്ന് കൊടുത്തിരുന്നു, അത് കൊടുത്തിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ അവിടെ തരുന്നത് പെയിൻ കില്ലേഴ്സ് തരും. നമുക്ക് എന്നും എനിക്ക് ORS തരുമായിരുന്നു. മിക്ക ദിവസം എനിക്ക് ORS തരുമായിരുന്നു. ORS, പെയിൻ കില്ലേഴ്സ്. പിന്നെ നമുക്ക് എന്താണോ അസുഖം അതിനനുസരിച്ചുള്ള മരുന്ന് നമുക്ക് തരും. ഈ പറയുന്ന സിബിനാണ് അവിടെ കിടന്ന് പോകണം എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയത്. എപ്പിസോഡിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് കണ്ടൊരു സാധനമാണ്. പോകണം എന്ന് പറഞ്ഞത് പുള്ളിയല്ലേ. പിന്നെ പുള്ളി ഫസ്റ്റ് ദിവസം പുള്ളി പോകണമെന്ന് പറഞ്ഞപ്പോൾ മേ ബി ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് വഴക്ക് പറഞ്ഞതിന് ശേഷമാണ് പുള്ളി ഭയങ്കര വിഷമിച്ചിരിക്കുന്നത് ഞാൻ കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു മേ ബി ഇനി എന്നെ കാരണമായിരിക്കും എന്ന് വിചാരിച്ചു ഞാൻ പുള്ളിയെടുത്ത് പോയി ചോദിക്കുന്നുണ്ട് എന്നെ കാരണമാണെങ്കിൽ സോറി. പക്ഷെ എന്താണ് നമ്മൾ ആദ്യം ആഴ്ച മുട്ടം കേട്ടിട്ടിരിക്കുന്നത് ഞാനൊക്കെ. അപ്പം ഞാൻ എന്തോരം ഇറങ്ങിപ്പോണം അല്ലേ, ഞാനൊക്കെ എന്നേ പോകണം. പക്ഷെ അത് തന്നെയായിരുന്നു ഒരു കമ്പാരിസൺ. ശരിക്കും അവിടെ ഒരു വെയിറ്റേജ് കിട്ടിയത് സിബിൻ പുറത്തു പോയപ്പോൾ ജാസ്മിനെ ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സിബിന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥലത്ത് ദിവസവും വഴക്ക് വാങ്ങിച്ചു കൂട്ടുന്ന ജാസ്മിൻ അവിടെ നിൽക്കുന്നു. അതും എനിക്ക് പലതും അറിയാൻ പാടില്ല കാക്ക. എന്ന് പറഞ്ഞാൽ ഈ ലാലേട്ടൻ വന്ന് എപ്പിസോഡിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് പുറത്ത് പോവേണ്ട കാര്യങ്ങൾ ഇവരുടെ കോണ്ടന്റുകളുമാണല്ലോ, ഇവർ പുറത്ത് വിടുന്നതിനനുസരിച്ച് ജനങ്ങൾ പറയുന്നതുമാണല്ലോ. അപ്പം പലതും എനിക്ക് കണക്ട് ചെയ്യാനും പറ്റുന്നില്ല. ചിലതൊക്കെ എൻ്റെ കൈവിട്ട് പോകുന്നതും ഉണ്ട്. അപ്പോൾ ഗ്യാസ് തുറന്നു വിട്ടതൊന്നും എൻ്റെ ഓർമ്മയിൽ പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റുമാണ്, ഒന്നും പറയാൻ പറ്റില്ല. നിന്ന് കേൾക്കല്ലാതെ വല്ല വഴിയുണ്ടോ. അപ്പം ഞാൻ എന്നിട്ട് പുള്ളിയെടുത്ത് പോയിട്ട് ഞാനാണെങ്കിൽ സോറി എന്ന് പറയുമ്പോൾ പുള്ളി അന്നത്തെ രാത്രി ഓക്കെ ആയി വരുന്നു. അന്ന് എനിക്ക് പനി പിടിച്ച് കിടക്കുമായിരുന്നു. ഓക്കെ ആയി വരുന്നു. പിറ്റേ ദിവസം ഇപ്പോൾ പുള്ളി എന്ന് പറഞ്ഞാൽ പുള്ളി ലിവിങ് റൂമിൽ വന്നിരിക്കുന്നില്ല, ചെവി പൊത്തിയിരിക്കുകയാണ്. അപ്പോൾ എനിക്കിതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്നെ കൂടുതലും കണക്ട് ചെയ്തത്. കാരണം ഞാൻ പുള്ളി പോയ അതേ ഒരു സാഹചര്യത്തിലൂടെ പോയതാണ്. ഞാനൊരു ദിവസം അവിടെ കിടന്ന് കരഞ്ഞ് കീറി വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പുള്ളിയുടെ അടുത്ത് എൻ്റെ ഒരു സിറ്റുവേഷൻ ഒരാൾക്ക് വന്നിരിക്കുമ്പോൾ എനിക്ക് അവരെ നോക്കി ചിരിക്കാൻ അറിയാൻ പാടില്ല. അപ്പം ഞാൻ പുള്ളിയുടെ അടുത്ത് ഞാനിങ്ങനെ പറയുന്നുണ്ട് ഓക്കെ ആവും സാരമില്ല നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് പിറ്റേ ദിവസം പുള്ളി പോയി കഴിയുമ്പോഴും പുള്ളിയുടെ ആവശ്യപ്രകാരമാണ് അവിടുന്ന് പോകുന്നത്. ഒരിക്കലും നമ്മൾ ബിഗ് ബോസ് ഒരു കാര്യമില്ലാതെ അവിടുന്ന് ഇറക്കി വിടത്തില്ല. അത് നമ്മുടെ ആവശ്യപ്രകാരം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് നമ്മൾ ഇറക്കി വിടൂല. നമ്മൾ കാരണങ്ങൾ മൊത്തവും ഇരുന്ന് പറഞ്ഞ് നമുക്ക് എന്താണ് അല്ലെങ്കിൽ ഇതാണ് മറ്റേതാണ് നമ്മൾ നിൽക്കില്ല. പുള്ളി മൈക്ക് വരെ ഊരി മാറ്റിയിട്ടുണ്ടായിരുന്നു, ഞാൻ ഇനി ഇവിടെ നിൽക്കൂല എന്നും പറഞ്ഞു. അപ്പം ഇത്ര ഇതിന് ശേഷം പുള്ളിയെ അവിടുന്ന് മാറ്റിയതിന് ശേഷം പുള്ളി ഇവിടെ വന്നിട്ട് ബിഗ് ബോസ് മനഃപൂർവ്വം ഇറക്കി വിട്ടതാണ്. ജാസ്മിനെ പ്രണയിക്കാൻ പറഞ്ഞു എന്നോ ജാസ്മിനെതിരെ ഗെയിം കളിക്കരുന്നോ. ജാസ്മിനെതിരെ ഗെയിം കളിച്ചവരെ അവിടെ നിന്നിട്ടുള്ളൂ. വൈൽഡ് കാർഡ് എല്ലാവരും ജാസ്മിനെ കോൺസെൻട്രേറ്റ് ചെയ്താണ് വന്നത്. ജാസ്മിനെതിരെ ഗെയിം കളിക്കരുതെന്ന് പറഞ്ഞു എന്ന്. ജാസ്മിനെതിരെയാണ് അവിടെ എല്ലാവരും ഗെയിം കളിച്ചത്. എന്നാൽ പിന്നെ അവിടെ ഒരു മനുഷ്യനും കാണത്തില്ല. അവിടെ നിന്ന് എല്ലാവരും പുറത്തുനിന്ന് ഗെയിം കണ്ടവർക്കറിയാം. അതിനകത്തുണ്ടായിരുന്ന ഒരു 90% ആൾക്കാരും എനിക്കെതിരെ അത്രയും ഗെയിം കളിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരാരും അവിടെ കാണില്ലല്ലോ. പുള്ളിയോട് എന്നെ പ്രണയിക്കാൻ പറഞ്ഞു. നീ ആരിത് മന്മഥനാ അറിയാൻ വയ്യാത്തോണ്ട് ഞാൻ ചോദിക്കേ എന്തുവാ അതാക്കാൻ പറഞ്ഞു എന്ന്. പിന്നെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ എന്തുവാ ജാസ്മിന് കപ്പെന്നുള്ള പദ്ധതി. ഇതൊക്കെ ലാസ്റ്റ് ഓരോരുത്തരുടെ അവരുടെ ഇൻഡ്യൂഷൻ കാരണമോ ഞാൻ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഈ പുള്ളിയുടെ അസൂയ ഉണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. ഒറ്റ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ, ഒരാഴ്ച ഒരു പ്രശ്നം വന്നപ്പോൾ പുള്ളിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഞാൻ അത്രയും പ്രശ്നത്തിൽ പിടിച്ചിരിക്കുന്നുണ്ട്. എനിക്ക് നല്ലത് പറയണ്ടേ, ഇങ്ങനെ ദുഷിപ്പ് പറയാതിരുന്നൂടെ. പുറത്തിറങ്ങിയിട്ട് എൻ്റെ ഫാമിലിയെ ഈ പറയുന്ന പുള്ളി എൻ്റെ പഴയ ചരിത്രം 10ാം ക്ലാസ്സിൽ എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ
ഈ ലോകത്ത് റിലേഷൻഷിപ്പ് ഉണ്ടാവാത്ത ഒരു മനുഷ്യനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു മനുഷ്യർക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നതും അത് ബ്രേക്കപ്പ് ആവുന്നതും അല്ലെങ്കിൽ അടുത്ത റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നതൊക്കെ വളരെ നോർമലായിട്ട് ഈ കാലത്തിൽ നടക്കുന്ന ഒരു സാധനമാണ്. ഇത് പറയുന്നതുകൊണ്ട് എനിക്കൊരു നാണക്കേടും ഇല്ല. എന്തായാലും എല്ലാ മനുഷ്യർക്കും ഉള്ളൊരു സാധനമാണ് ഒരു ലവ് റിലേഷൻഷിപ്പ് ഉണ്ടാവുക, ബ്രേക്കപ്പ് ആവുക, അല്ലെങ്കിൽ ഇതാവുക. ഇപ്പം നമ്മൾ ബ്രേക്കപ്പ് ആവാൻ വേണ്ടിയല്ല ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത്, സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻസ് നമ്മളത് ബ്രേക്കപ്പിൽ എത്തിക്കുകയാണ് ചെയ്യണത്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഈ പുള്ളി ഇവരെല്ലാവരെയും കോണ്ടാക്ട് ചെയ്യുക. ഈ പറയുന്ന ഈ വ്യക്തി ഇവരെല്ലാവരെയും വലിച്ചഴിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ കൊച്ചുമായിട്ട് ബന്ധം, എന്തുകൊണ്ടാണ് നിങ്ങൾ ബ്രേക്കപ്പ് ആയത്, എന്തിനാണ് ഏതിനാണെന്നും പറഞ്ഞ് എൻ്റെ ജീവചരിത്രം എടുക്കാൻ നടക്കുക. എന്താണ് ഈ പുള്ളിയുടെ പ്രശ്നം? ഞാൻ ഈ പുള്ളിയുടെ ജീവിതത്തിൽ ഒന്നും എത്തിപ്പോലും നോക്കാത്ത ഒരാളാണ് ഞാൻ. ഇപ്പോഴും സ്റ്റിൽ ഈ സമയം വരെ എനിക്കെൻ്റെ ആവശ്യമില്ല, എനിക്ക് തപ്പാനോ തരാനോ എനിക്ക് ആവശ്യമില്ല. ഈ പുള്ളിയുടെ കൂടെ കൂടി കുറേ ആൾക്കാരും എനിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പം ലാസ്റ്റ് ഒരു ആര്യ ചേച്ചിയുടെ ഒരു വീഡിയോ ഞാനിങ്ങനെ കണ്ടതാണ്. ഈ കുട്ടിയാണ് ബിഗ് ബോസ് സീസൺ 6 ഷോൾഡറിൽ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്താ പറഞ്ഞു. അതിന് മുമ്പ് ആര്യ ചേച്ചിയുടെ കുറച്ച് ലൈവിൻ്റെ ക്ലിപ്പ് ബൈറ്റ്സുകൾ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചിരിക്കുന്നത്, എൻ്റെ അത്താരെയും ഉമ്മയുടെയും വോയിസ് എടുത്ത് ആര്യ ചേച്ചി ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കുന്നത്, എൻ്റെ അത്ത ഇങ്ങനെ പ്രഷറിൽ പറയുന്നത്. എനിക്ക് എന്താ ഏറ്റവും വിഷമമായെന്ന് പറയുമ്പോൾ എനിക്ക് ആര്യ ചേച്ചി ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ സീസൺ തൊട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ആര്യ ചേച്ചിയായിരുന്നു. എല്ലാവർക്കും രജിത് കുമാറിനെ ഇഷ്ടമായിരുന്നു. എൻ്റെ വീട്ടിൽ പോലും എല്ലാവർക്കും രജിത് കുമാറിനായിരുന്നു ഇഷ്ടം. എനിക്ക് ആര്യ ചേച്ചിയായിരുന്നു ഇഷ്ടം. പുള്ളിക്കാരി ഭയങ്കര ബോൾഡായിട്ട് നിൽക്കുന്നു, പുള്ളിക്കാരി സംസാരിക്കുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പുള്ളിക്കാരി ഇറങ്ങിയതിന് ശേഷം പുള്ളിക്കാരിക്ക് ഉണ്ടായ സൈബർ ബുള്ളിങ്, പുള്ളിക്കാരി നിങ്ങളുടെ ചാനലിൽ തന്നെ വന്നിട്ട് സംസാരിച്ചോളൂ. പുള്ളിക്കാരിയുടെ എല്ലാ ഇൻ്റർവ്യൂവും കണ്ടുള്ള ഒരാളാണ് ഞാൻ. പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നുണ്ട് സൈബർ ബുള്ളിങ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. ഇത് അനുഭവിച്ച ഒരാളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് വേറെ വിഷമമായത്. അവരത്ര അനുഭവിച്ച് വന്നതല്ലേ. അവർ പറയുന്നുണ്ട് ഞാൻ പാനിക് അറ്റാക്കിലൂടെ ഇതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതായിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെ പറ്റുന്നുണ്ട്. പുള്ളിക്കാരി എന്നെ പറയുന്നുണ്ട് പുള്ളിക്കാരിയുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ പുള്ളിക്കാരിക്ക് തെറ്റ് പറ്റി പോയിട്ടുണ്ട് എന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. പുള്ളിക്കാരിക്ക് പറ്റിപ്പോയിട്ടുള്ള അതുപോലെ തന്നെ ഒരു മനുഷ്യ സ്ത്രീയാണ് ഞാൻ. എനിക്കും തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ട്. പക്ഷേ ആ ഒരു ജീവിതം ഒരു കൂട്ടം ആൾക്കാരുടെ മുമ്പിലേക്ക് വലിച്ചു കീറി ഇട്ട് കൊടുത്തൊരു കൊച്ചിൻ്റെയും അതുപോലെ തന്നെ ഒരു കുടുംബത്തിന് എൻ്റെ അത്താരെ വോയിസ് ഉൾപ്പെടെ കേൾപ്പിച്ച് കൊടുക്കാൻ നിൽക്കുന്ന ഒരാളാണ് ആര്യ ചേച്ചി. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഇവരിത് പറയുമ്പോൾ ഇവർക്കൊന്നും തോന്നുന്നില്ലേ? കാരണം അവരനുഭവിച്ചതല്ലേ. അവരനുഭവിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് ആ ചേച്ചിയോടുണ്ടായിരുന്ന റെസ്പെക്റ്റ്, സ്നേഹം ഒക്കെ നശിച്ചു. എനിക്ക് ദേഷ്യമൊന്നുമല്ല, ഞാനിങ്ങനെ ചിന്തിച്ചു പോയി ഇവർക്കിത് എങ്ങനെ പറ്റി. കാരണം അനുഭവിച്ച ഒരാളാണല്ലോ. ഇപ്പം ഞാനിത് ഇന്ന് അനുഭവിച്ചു. നാളെ ഇപ്പം ബിഗ് ബോസിൽ ഒരു കണ്ടസ്റ്റൻറ്റ് വന്നിട്ട് ഒരു സാധനം എന്തെങ്കിലും ഇറങ്ങുവാണെങ്കിൽ എൻ്റെ റബ്ബ് സത്യം ഞാൻ പറയത്തില്ല. ഞാൻ പറയും എപ്പോഴും അറിയാമോ, ആ കണ്ടസ്റ്റൻറ്റ് പുറത്തിറങ്ങിയിട്ട് എന്താണ് ശരിക്കും നടന്നതെന്ന് നമ്മൾ അറിയുവാണെങ്കിൽ. ഇത് അവനും ഇവനും പറയുന്ന കേട്ടിട്ടല്ലല്ലോ നമ്മുടെ കാര്യം ഇരിക്കണേ. അപ്പം അവരുടെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഇപ്പം ഈ പറയുന്ന സിബിൻ ഓരോ ഇൻ്റർവ്യൂവിൽ പോയിരുന്നു എന്നെ പറ്റിയിരുന്ന് പറയുന്നു. സിബിനെന്നല്ല, ഞാൻ സിബിൻ്റെ പേര് മാത്രം ഞാൻ എടുത്തു പറയുന്നത്. എനിക്ക് ആ ഒരു കണ്ടസ്റ്റൻറ്റിനോട് മാത്രമാണ് ദേഷ്യം എന്നല്ല, ഒട്ടും എനിക്ക് താല്പര്യമില്ലാത്തത്. ഒട്ടും എനിക്ക് താല്പര്യമില്ല. ഇത്രയും ചെയ്തിട്ടും റസ്മിൻ ഇപ്പോൾ ലാസ്റ്റ് മെസ്സേജ് അയച്ചിട്ട് ജാസ്മിൻ്റെ നമ്പർ ചോദിച്ചു. ഞാൻ ചോദിച്ചു നാണോ ഉണ്ടോ നമ്പർ ചോദിക്കാൻ? എന്തോ പുള്ളിയുടെ എന്തോ പാർട്ടിക്ക് വിളിക്കാൻ. എന്തിന്? എൻ്റെ വീട്ടുകാർക്കൊന്ന് സോറി പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതാണ് വാപ്പ അതാണ് വാപ്പ എന്ന് പറഞ്ഞിട്ടാണ് അവർ ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുക്കുന്നത്. എന്നിട്ട് അവരെ വലിച്ചീറായിട്ടു. എനിക്കറിയില്ല പുള്ളിയുടെ ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഇതൊക്കെ ചെയ്ത് കൂട്ടിയതിനകത്ത് എനിക്ക് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എന്ന് ഞാൻ പറഞ്ഞു വിടുന്നേ ഉള്ളൂ. ഓരോ കണ്ടസ്റ്റൻസും എന്നെപ്പറ്റി പറഞ്ഞതും അല്ലെങ്കിൽ അവർ ഓരോ ഇൻ്റർവ്യൂവിലാണെങ്കിൽ പോലും എന്നെ അത്രയും ഇതാക്കിയിട്ടേ ഉള്ളൂ. അപ്പം എന്താ ഇയാളോട് മാത്രം എനിക്കൊരു എന്താ പറയുക ഒരു താല്പര്യമില്ല. ഈവൻ എനിക്കിന്ന് കണ്ട ഹായ് ഹലോ പോലും മിണ്ടാനുള്ള താല്പര്യമില്ല. കാരണം നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എന്തൊക്കെ തോന്നിയ ദിവസം വന്നിരുന്ന് പറയാമോ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്തിനു പറയാൻ ബാക്കി? ഇതിപ്പോൾ പബ്ലിക്കിൽ വന്ന് പറഞ്ഞത് ഇത്രയും, പേഴ്സണലായിട്ട് പറഞ്ഞത് അതിൻ്റെ അങ്ങേ അറ്റമാണ്. ഈവൻ നമ്മൾ കണ്ടസ്റ്റൻസിൻ്റെ ഇടയിലാണെങ്കിലും ഇയാൾ ഒരു ഉണ്മ അറിഞ്ഞിട്ടല്ല ഇയാൾ പറയണേ. സോറി, ഇയാൾക്കുടെ വായിൽ വരുന്ന എന്താണോ പറയാൻ താല്പര്യം അതൊക്കെ ഇയാളിരുന്നങ്ങ് വിളമ്പുക. അന്ന് വന്നപ്പോഴും ഗബ്രിയെയും എന്നെയും നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഗബ്രിയോട് ഇരുന്ന് എന്തൊക്കെയോ പറയുന്നു. പുള്ളിക്കാരനൊരു ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരനൊരു ഗെയിമറാണ്. പക്ഷേ ഒരു ജെനുവിനോ ഒരു നല്ല ഗെയിമറോ അല്ല, ഗെയിമറാണ്, ഒരു ബ്രില്യൻ ഗെയിമറാണ്. ഗബ്രിയുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഗബ്രി ആയിട്ടുള്ള സൗഹൃദം എങ്ങനെ കൊണ്ടുപോകുമെന്ന് എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്. എങ്ങനെയായിരിക്കും പുറത്തിറങ്ങിയാൽ ജാസ്മിൻ ഗബ്രി? അത് അകത്ത് മാത്രമേ ഉള്ളൂ, പുറത്ത് എങ്ങനെയായിരിക്കും? എന്താണ് അതിന്റെ ഭാവി? ഞങ്ങൾ ഇപ്പോഴും ഒരു പ്രശ്നമില്ല, ഞങ്ങൾ മിണ്ടുന്നുണ്ട്. അല്ല, നിങ്ങൾ ബൈക്കിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞ വാർത്തകളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ സത്യമാണെന്ന് അറിയില്ല. ബൈക്കിൽ ഞാൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ റസ്മിനും കൂടെ എവിടെ പോയിരുന്നായിരുന്നടി ഫുഡ് വൈപ്പിന് അവിടെ പോയിരുന്ന് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇവളുടെ ഫേസ് കാണിച്ചൊരു സ്റ്റോറി ഇട്ടതിൻ്റെ അടുത്ത സ്റ്റോറി ആയിരുന്നു ഇവൾ ബുള്ളറ്റ് ഓടിക്കുന്നതിൻ്റെ ബാക്കിലിരുന്ന് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ പോണത്. അതൊരു പേജ് എടുത്തിട്ടേക്കാണ് ഞാൻ ഗബ്രിയുടെ ബാക്കിലിരുന്നാണ് ബൈക്കിൽ പോകുന്നത്. ഗബ്രിയുടെ ബൈക്കിൽ കയറി എന്നും പറഞ്ഞൊരു സ്റ്റോറി ഇട്ടെന്നും പറഞ്ഞ് എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ഈവൻ ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ഗബ്രി ആയിട്ട് പോയി എന്ന് പറയുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് അല്ലെങ്കിൽ ആക്ഷേപമോ അധിക്ഷേപമോ ഒന്നുമില്ല. ഒരു മനുഷ്യൻ്റെ കൂടെ വണ്ടി കയറുന്ന പറഞ്ഞാൽ ഇത്ര ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനും ഇത്ര ഇരുന്ന് പുച്ഛിക്കാനും അല്ലെങ്കിൽ ഇരുന്ന്
ഇങ്ങനെ ഇരുന്ന് പറയണമെന്നൊന്നുമില്ല. പക്ഷേ ഞാൻ റസ്മിൻ്റെ കൂടെ പോയി ഇങ്ങനെ പറയുന്നതിൽ എനിക്ക് പ്രശ്നമുള്ളൂ. അറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾ ഇരുന്ന് പറയുന്നതിലേ ഉള്ളൂ എനിക്ക് പ്രശ്നം. ഇപ്പം അവനുമായിട്ട് എനിക്കൊരു കുഴപ്പമില്ല. ഇപ്പം അന്ന് അവൻ അവിടെ ഇരുന്ന് എനിക്ക് ഇപ്പം എന്നോട് പറഞ്ഞൊരു വാക്കാണ്, എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ കൂടെ ഉണ്ടാവും എന്നുള്ളത്. ഇപ്പം പുറത്തിറങ്ങിയിട്ടും ഞാൻ എന്തുകൊണ്ടാണ് എന്നോട് വല്ലതും ചോദിക്കുന്നത്, ഇത്രയും വന്നിട്ട് നീ പഠിക്കരുത്. ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ അവനോടുള്ള ഒരു കൺസേൺ ആണെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫ് ലോങ് ഉണ്ടാവും. കാരണം ഇത്രയും വന്നിട്ടും അല്ലെങ്കിൽ ആ ചെറുക്കൻ എന്തൊക്കെ പറഞ്ഞു, ഞാൻ ഇറങ്ങിയ സമയത്ത് എനിക്ക് ഒന്നുമില്ലെങ്കിലും ഒരു കൂട്ടം പോസിറ്റീവ് ഉണ്ടായിരുന്നു. അവൻ ഇറങ്ങിയ സമയത്ത് അവൻ ആ ഒരു പോസിറ്റീവ് ഇല്ല. അത്രയും വെറുപ്പാണ് അവന് കിട്ടിയത്. എന്നിട്ടും എവിടെയൊന്നും ഇട്ട് കൊടുത്തില്ലല്ലോ. എവിടെയെങ്കിലും ഇട്ട് കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇപ്പോഴും ഇത്രയും ആൾക്കാർ അത് പറഞ്ഞിട്ടും ഇത് പറഞ്ഞിട്ടും ഒരു കൈ തരുന്നൊരു പയ്യൻ്റെ അടുത്ത് ഞാൻ എന്തിനാ അവനോട് മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ ഞാൻ എന്തിന് ഒരു കൂട്ടം ആൾക്കാർ കേട്ടോ പറയുന്നതുകൊണ്ട് ഞാൻ എന്തിനാ അവനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിക്കണം? എനിക്ക് എന്താണ് തന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ എന്താണ് അവനോട്, ഇത് മാത്രം ഞാൻ നോക്കിയാൽ പോരെ. ഗബ്രി നല്ല ഗെയിമറായിരുന്നു. എന്തുകൊണ്ട് പുറത്തു വന്നു എന്ന് ചോദിക്കുമ്പോൾ അവസാനം വരെ ഗെയിം കളിച്ച് തന്നെയാണ് ഞാൻ നിന്നത്. അത് എന്നിട്ടും എന്തേ പുറത്തു വന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അതും എൻ്റെ ഒരു ഗെയിം ആണെങ്കിലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും ബുദ്ധിപരമായിട്ട് നീങ്ങുന്ന ഒരാളെ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ പറയുന്നത് ഒരു എക്സാജറേഷൻ ആണോ, ശരിക്കും അത്രയും വലിയൊരു ഗെയിമറാണോ? പുറത്തു വന്നതും ഒരു ഗെയിമിൻ്റെ ഭാഗമാണോ? അവൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള സാധനം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അവൻ്റെ നല്ല ഞാൻ ആരെയും ഇൻ്റർവ്യൂ എടുത്ത് കണ്ടിട്ടില്ല. പിന്നെ അവനൊരു ഗെയിമറാണോന്ന് ചോദിച്ചാൽ അവനൊരു ബ്രില്യൻ ഗെയിമറാണ്. ഗെയിമർ മാത്രമല്ല, അവൻ നല്ലൊരു ഹ്യൂമൻ ബീങ് കൂടാണ്. അപ്പം പുറത്ത് വന്നത് അവൻ്റെ ഗെയിം ആണോ എന്ന് അവൻ ചോദിക്കുന്നതിനകത്ത് എന്താണ് അവൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ അവൻ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഞങ്ങൾ രണ്ട് ഇൻഡിവിജ്വൽ ആണല്ലോ. അവൻ്റെ ബ്രെയിനിൽ എന്താണ് വർക്ക് ചെയ്യുന്നതെന്ന് അത്രത്തോളം എനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു തലച്ചോറ് എനിക്കില്ല. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഒരു തിരക്കുള്ള ടൈമിലേക്ക് പോവുകയാണ്. അത്യാവശ്യം ഷോസ് ഒക്കെ ആൾക്കാർ വിളിക്കുകയോ എന്തെങ്കിലും ചാൻസ് ഒക്കെ വിളിക്കുകയോ ഒക്കെ ചെയ്തോ? സിനിമ വരുന്നുണ്ടോ? സിനിമയൊക്കെ വരട്ടെ, എന്തെങ്കിലുമൊക്കെ കൺഫേം ഒക്കെ ആകുമ്പോൾ പറയാം. ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നും ഞാൻ പറയുന്നില്ല. ജാസ്മിൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ ചെറിയൊരു ലീഡ് കൊടുക്കാമല്ലോ. വേണ്ട എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഒന്നും ആവുന്നതിന് മുമ്പ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ബിഗ് ബോസിന്റെ ഒരു അകത്തേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് സൗഹൃദങ്ങളാണ്. ഒരുപാട് പേരുമായിട്ട് മനസ്സുകൊണ്ട് നമ്മൾ അടുത്ത് സംസാരിക്കേണ്ടി വരും. അപ്പോൾ കൂടുതൽ ആൾക്കാരെ അറിയാൻ പറ്റും. ഇപ്പോൾ റസ്മിൻ പല ഘട്ടത്തിലും ജാസ്മിന് വേണ്ടി വാദിക്കുന്ന ഒരാളായിട്ട് പല ഘട്ടത്തിലും കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ജാസ്മിന് ഇങ്ങനെ അല്ല പോവേണ്ടത് എന്നൊരു സിറ്റുവേഷൻ. അതിൽ പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ കാര്യം സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് റസ്മിനെ കൂടെ കൂട്ടാം. ഹായ് റസ്മിൻ. ഹായ്. ഹായ്, ഇരിക്ക്. നിങ്ങൾ രണ്ടുപേരെയും കാണുമ്പോൾ ഒരു സന്തോഷവും. ആദ്യം എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് മറ്റു വിശേഷങ്ങൾ പറയാം. റീ എൻട്രി വരുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ റസ്മിൻ ഇടപെടുന്നത് എനിക്കെന്തോ ഇഷ്ടപ്പെട്ടു. അതെങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഗബ്രിയോട് പറയുന്നുണ്ട് മതി നിർത്തട എന്ന് പറയുന്നുണ്ട്. അത് പാട്ട് പാടുന്ന സ്ഥലത്താണ് പറയുന്നത്. ആ പാട്ട് മനോഹരമായി അയാൾ പാടുന്നുണ്ട്. ആ പാടുന്ന സമയത്ത് നമുക്കും ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് വരുന്നുണ്ട്. വരികൾ എന്ന് പറയാൻ നിൻ്റെ നൂപുര മർമ്മരം ഒന്ന് കേൾക്കാനായി വന്ന് ഞാൻ, അത് ഗബ്രി നന്നായിട്ടാണ് പാടുന്നത്. അപ്പോൾ ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഇങ്ങനെ അലിഞ്ഞു പോകുമ്പോൾ ഈ കരയുന്ന ആൾ വീണ്ടും കരയുക. അപ്പം അത് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ. കാരണം ഫൈനലാണ്. അതേ അവസ്ഥയിലായിരുന്നു ശരിക്കും റസ്മിൻ ആ സിറ്റുവേഷൻ എന്താ അതൊന്ന് പറഞ്ഞു. അവൻ പാട്ട് പാടിയതിൽ പാട്ടിന് ഇൻറ്ററപ്റ്റ് ചെയ്തിട്ട് നിർത്തടാന്ന് പറഞ്ഞതല്ല. അവനിക്ക് അവൻ്റേതായ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. അപ്പോൾ ഞാനും അവരും ഇതുപോലെ പുറത്തുനിന്ന്, അതായത് ഇവളിപ്പോൾ അല്ല ആ സമയത്ത് എന്താണോ കളിച്ചുകൊണ്ടിരുന്നത് അത് കണ്ടുവന്ന ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട്, കപ്പടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും അവൾക്ക് ഇനി ഒരു നെഗറ്റീവ് വരാനോ അല്ലെങ്കിൽ നെഗറ്റീവ് വരുന്ന എന്തെങ്കിലും ഫാക്ടർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇടപെട്ട് അത് ഒന്നും ഉണ്ടാവരുതെന്നുള്ളൊരു ഇൻറ്റൻഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഗബ്രിയുടെ കാര്യം കുറേ കാര്യങ്ങൾ നമുക്ക് പുറത്തുനിന്ന് ഇപ്പോൾ അകത്ത് നിൽക്കുമ്പോൾ നമുക്ക് അറിയില്ല എന്തൊക്കെയാണ് അകത്ത് സംഭവിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരുപാട് തവണ ഇവരുടെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കും പല കാര്യങ്ങളും മനസ്സിലാവുന്നില്ല. ആൾക്കാർ ഇങ്ങനെ പറയുന്നതിൽ, അതിൻ്റെ അകത്തുള്ള ആൾക്കാർ പറയുന്നതിലൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ പുറത്ത് ഔട്ട് പോയേക്കുന്നത് കാണുമ്പോഴാണ് നമ്മളും ഞാനാണെങ്കിലും അയ്യോ ഇതൊക്കെ ഇങ്ങനെയാണോ പോയിട്ടുള്ളതെന്നുള്ളത് മനസ്സിലാക്കുന്നത്. പക്ഷേ പുറത്തുള്ളൊരു മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ജാസ്മിൻ പറഞ്ഞ പോലെ ഇത്രയും മാത്രം കാണുന്നുള്ളൂ, ഇതും കാണുന്നില്ല, ഈ ഒരു പോർഷൻ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ആൾക്കാരുടെ മെന്റാലിറ്റി എന്താണെന്ന് മനസ്സിലായി. ഇവിടെ അതിനെങ്ങനെ എടുക്കും എന്നുള്ളതും എനിക്ക് കണ്ട് പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പ് ജാസ്മിൻ അടിക്കണം, കപ്പടിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ ഇനി നെഗറ്റീവ് ഒന്നും പാടില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുമ്പോൾ ഗബ്രി പാട്ട് പാടുന്നതൊന്നല്ല എൻ്റെ പ്രശ്നം. അതിന് മുന്നേ തലേന്ന് രാത്രി ഗബ്രി ജാസ്മിനോടെല്ലാം പറഞ്ഞു. ഞാനും അവിടെ വന്നത് ഇപ്പോൾ ജാസ്മിൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, പുറത്തിറങ്ങുമ്പോൾ അവൾ അതിനെങ്ങനെ കാണും അല്ലെങ്കിൽ ഇത്രയും സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല എന്നുള്ളതൊക്കെ പറയും.
പക്ഷെ ആ ഫിനാലെ കഴിയാൻ വേണ്ടിയിട്ടാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത്. ഫിനാലെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ A to Z കാര്യങ്ങൾ ഞാനും പറയും. പക്ഷെ ആ ഫിനാലെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നുള്ളത് എനിക്കുണ്ടായിരുന്നുള്ളൂ. കാര്യം അത്ര ഗംഭീരമായിട്ടായിരുന്നു ജാസ്മിൻ്റെ പെർഫോമൻസ് ആ ഒരു ടൈമിൽ പൊക്കോണ്ടിരുന്നത്. അപ്പോൾ അത് കളയരുത് എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഗബ്രി വന്നിട്ട് ജാസ്മിനോട് എല്ലാം പറഞ്ഞു എന്ന് ജാസ്മിൻ തന്നെ എന്നോട് പറയുമ്പോൾ ഞാനപ്പോൾ അത്രയും നേരം ഒന്നും വരാതെ നോക്കണം എന്നുള്ള ആറ്റിറ്റ്യൂഡിലിരുന്നു. പിന്നെ അവൻ തന്നെ എല്ലാം വന്ന് പറഞ്ഞു. വീണ്ടും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത രീതി എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, ഓക്കെ, ഇവരുടെ ഒരു ഇതെനിക്ക് അറിയില്ല. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇവരിയ്ക്കുന്നതിനോ എനിക്ക് താല്പര്യം, പേഴ്സണലി എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. തലമുടി ഒതുക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ജാസ്മിൻ്റെ, തലമുടി ഒതുക്കി കൊടുക്കുന്നുണ്ട്, അടുത്തിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് റസ്മിൻ പറയുന്നത് മതിയട നിർത്തട എന്നുള്ള സംഭവം. അതെ, അപ്പൊ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ആ ഒരു ഡയലോഗ് പറഞ്ഞു. പക്ഷെ അതിന് മുന്നേ കുറെ കാര്യങ്ങളുണ്ടല്ലോ, അത് ആ പാട്ടല്ല, ഞാൻ പാട്ടിന്റെ സിറ്റുവേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ സമയത്ത് അളിയന്റെ മനസ്സിൽ എന്തായിരുന്നു? എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. എനിക്ക് ഇവള് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അവൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ പറയുന്ന രണ്ടുപേരെ എനിക്കറിയാം. ഇവർ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനാണ് എനിക്ക് പാട്. പക്ഷെ രണ്ടുപേരെ എനിക്കറിയാം. അപ്പൊ ഇവള് ചിന്തിക്കുന്ന ഒരു സാധനം എന്താന്ന് വെച്ചാൽ എനിക്കിപ്പം മേ ബി എനിക്ക് കപ്പ് എന്നുള്ളൊരു സാധനം എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ, ചാൻസ് ഉണ്ട്, നമുക്കറിയില്ലല്ലോ. കാരണം ഇത്രയും അനുഭവിച്ച ഒരു പെൺകുട്ടി ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ വേറെ ഇല്ല. അത്രയും സൈബർ അറ്റാക്കും അതുപോലെ തന്നെ അതിന്റെ അകത്തും ഇത്രയും അറ്റാക്ക് ചെയ്തേക്കുന്ന വേറൊരു വ്യക്തി ഒരു സീസണിലും ഇല്ല. അപ്പോൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് സർവൈവ് ചെയ്ത് വന്ന ഒരാള് കപ്പടിക്കണം എന്നായിരുന്നു എന്റെ ഒരു ആഗ്രഹം. ഇരുത്തി പറയിക്കൊന്നല്ല, കണ്ടിന്യൂ. ഓക്കെ, അപ്പം ഇവളുടെ ആ ഒരു സാധനം എനിക്ക് മനസ്സിലായി. എന്താണ് കപ്പടിക്കുന്നെങ്കിൽ ഇവൾ അടിക്കട്ടെ, അപ്പൊ ഇതിനകത്തിന് ഒരു വേറൊരു സാധനം ഒന്നും വരരുത് എന്നുള്ളതാണ് ഇവളുടെ മൈൻഡ് സെറ്റ്. ഇവന്റെ മൈൻഡ് സെറ്റും എനിക്കറിയാം. ഇവന്റെ മൈൻഡ് സെറ്റിൽ എനിക്ക് കപ്പ് എന്നുള്ളൊരു സാധനത്തിനെക്കാൾ കൂടുതൽ ഞാനിത് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് താങ്ങാൻ പറ്റില്ല. ഇതെല്ലാം കൂടെ ഒരുമിച്ച് എന്നെ കൊണ്ട് ഒരിക്കലും താങ്ങാൻ പറ്റില്ല. കാരണം എന്താ പറയാ, ഞാൻ ഈ പറയുന്ന ഒരുപാട് ആൾക്കാർ, അത് ഞാൻ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ കൂട്ടം ചേർന്നാണല്ലോ നമ്മൾ ഇത്രയും ആക്രമിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തത്. അപ്പം അതെന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. അത് ഞാൻ എങ്ങനെ സഹിക്കും? ഞാൻ ഓപ്പണായി പറയുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ഇറങ്ങിയ ഷോക്കിലാണ് ഇത് കേൾക്കുന്നതെങ്കിൽ എൻ്റെ സമനില തെറ്റുമായിരുന്നു, ഞാൻ എന്തിൽ എത്തിച്ചേരുമായിരുന്നു എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പം അവൻ അതേ ചിന്തിച്ചുള്ളൂ. എനിക്ക് ഇവള് ചിന്തിക്കുന്നതിനെക്കാളും കൂടുതൽ കണക്ട് ആയത് അവൻ ചിന്തിക്കുന്നതാണ്. കാരണം എനിക്ക് ആ ഒരു കപ്പിനെ കഴിയും അല്ലെങ്കിൽ ഇത്ര പൈസയെ കഴിയും എനിക്ക് ഏറ്റവും വലുത് എൻ്റെ കപ്പ് കിട്ടി, ഇതുമെല്ലാം കിട്ടിയിട്ട് ഞാൻ ഇവിടെ വന്ന് ഇതറിഞ്ഞ് ഞാൻ വല്ലതും ചെയ്തു പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കപ്പും കൊണ്ടും പൈസയും കൊണ്ടും ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. അപ്പൊ എനിക്ക് ഇവൻ ആ പറഞ്ഞതുകൊണ്ട് ഇവൻ മൊത്തത്തിൽ ഇരുന്ന് എനിക്കങ്ങ് ഡിസ്ക്രൈബ് ചെയ്ത് തരാൻ നമുക്ക് അവിടെ പറ്റില്ല. നമുക്കൊരു ഹിന്റ് തരികയാണ്, ഈ ഇന്നതുപോലെ നിനക്ക്. എന്നിട്ട് ഇവൻ എന്നോട് പറയുന്നുണ്ട്, ഒരുപക്ഷെ നിനക്ക് പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് സപ്പോർട്ട് കാണും എന്നും പറഞ്ഞ് നീ ഒരുപാട് അങ്ങ് അഹങ്കരിക്കരുത്, അല്ലെങ്കിൽ നീ ഒരുപാട് പൊങ്ങിപ്പോവരുത്. ഒരുപക്ഷെ നിന്നെ ഒരുപാട് ആൾക്കാർ നിന്നെ ഇതാക്കി നിൽക്കാൻ കാണും, അതിൽ നീ ഡിപ്രസ്ഡ് ആവരുത്, എപ്പോഴും നീ ഒരു ഗ്രൗണ്ടഡ് ആയിട്ട് തന്നെ നിൽക്കുക, നീ ആ ഒരു ലെവലിൽ നിന്ന് പോവരുത് എന്നൊക്കെ പറഞ്ഞ് ഇവ എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ, നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നിന്നെ ചതിച്ചിട്ടുണ്ടാവാം, നിന്നെ വഞ്ചിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിന്നെ അങ്ങനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവാം, നീ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവാം, നീ വിശ്വസിച്ചവർ നിന്നെ മനഃപൂർവ്വം കാശിന് വേണ്ടി നിന്നെ ഇതാക്കി കാണും എന്നൊക്കെ ഇവൻ എൻ്റെ അടുത്ത് പറയുമ്പോൾ, അത് പറയുന്നതിൽ നിന്ന് എനിക്ക് കണക്ട് ആവുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് എനിക്ക് പുറത്ത് വരുമ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ എനിക്കൊരു പക്ഷെ അത് പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ ഇവള് നോക്കുമ്പോൾ ഞാൻ അന്നിരുന്ന് കരയുന്നതായാലും എനിക്കിത് അങ്ങോട്ട് പറ്റണില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ അത്രയും സ്നേഹിച്ചവർ എന്നെ ഇങ്ങനെ ചതിച്ചു എന്നോ അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ പൈസക്ക് വിറ്റു എന്ന് പറയുമ്പോൾ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ അതിൻ്റെ ഇതിലാണ് ഞാൻ ഇരുന്ന് കരയുന്നത്. ഞാൻ കരയുന്നതിന്റെ റീസൺ മേ ബി പലർക്കും അറിഞ്ഞൂടാ കേട്ടോ. അപ്പൊ അതിൻ്റെ ഇതിലാണ് ഞാൻ ഇരുന്ന് കരയുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ കരയാൻ നേരത്ത് ഇവന് കുറച്ച് ആശ്വസിപ്പിക്കുന്ന രീതികളുണ്ട്, ഇവനായിട്ട് കുറച്ച് രീതികളുണ്ട്. ഇവന്റെ ഏറ്റവും വലിയൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇവന്റെ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ളൊരു സാധനമാണ്, ഇവൻ ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് നിൽക്കുമ്പോഴായാലും നിങ്ങൾക്കറിയാം ഇവൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നമുക്കൊരു സാധനം ഇട്ട് തരിക. അത് ഇപ്പോഴും അങ്ങനെ തന്നെ, ഒരു കൺഫ്യൂസിങ് ഒരു സാധനമുണ്ട്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടില്ല, ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറായിട്ടേ തോന്നത്തുള്ളൂ, എല്ലാവർക്കും അത് താല്പര്യം ഉണ്ടാവില്ല. എനിക്കത് പ്രശ്നമില്ല. എനിക്ക് ചില സമയത്ത് കാലവാരി അടിക്കാൻ തോന്നുമെങ്കിൽ എനിക്കത് പ്രശ്നമില്ല. ചില അപ്പൊ എനിക്കത് പ്രശ്നമില്ല. അപ്പൊ അതേപോലെ തന്നെ ഇവൻ ഇപ്പോൾ ഒരാളെ ആശ്വസിപ്പിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ പാട്ട് പാടി ആശ്വസിപ്പിക്കും. അതേ രീതി ഇവൻ കൈ പിടിച്ച് നമ്മളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതൊക്കെ ചേർത്ത് നമ്മളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് സംസാരിക്കും. അപ്പൊ അന്ന് അവൻ അവിടെ ഇരുന്ന് അടുത്തിരുന്ന് പാടുന്നതാണെങ്കിലും അവ എന്നെ എന്ന് പറഞ്ഞാൽ കരയുന്നെങ്കിൽ കരഞ്ഞ് തീർക്കട്ടെ, ആശ്വാസം അതങ്ങനെ ആവട്ടെ എന്നുള്ള രീതിയിലാണ് ഇവൻ പാടുന്നത്. കരഞ്ഞോട്ടെ, കരഞ്ഞ് തീർത്തോട്ടെ എന്നുള്ള സെൻസിലാണ് പറയുന്നത്. അപ്പൊ ഇവക്ക് എന്താന്ന് വെച്ചാല് ഞാൻ വിഷമിച്ച് പൊക്കോണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ ഈ വിഷമം കാരണം എന്റെ വോട്ട് കുറയരുത്, ഞാൻ ആക്റ്റീവായിട്ട് എന്ന് പറഞ്ഞാൽ പുറത്ത് എനിക്കിപ്പോൾ ഉള്ള ഇമേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര എന്റർടൈനർ എന്നുള്ളൊരു സാധനമാണ്. അപ്പൊ ആ ഒരു ഇതിൽ തന്നെ പോകണം എന്നുള്ള രീതിയിലാണ് ഞാനും
റസ്മിന്റെ കൂടെ ആയിരുന്നു. കാരണം ജാസ്മിൻ ചിരിച്ചു കാണണം എന്നായിരുന്നു ആ സമയത്ത് എല്ലാവരും, കാരണം അത്ര എന്റർടൈനിങ് ആയിരുന്നു ജാസ്മിന്റെ പെർഫോമൻസ്. ഇവളെന്നല്ല 100% ആൾക്കാരും ഇവള് പറയുന്നതിന്റെ കൂടെ നിൽക്കുള്ളൂ. ഇവള് പറയുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലാവുന്നെങ്കിൽ ഞാൻ അവൻ പറയുന്നതിന്റെ കൂടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ, കാരണം അവൻ ബോധർ ചെയ്യുന്നത് എന്റെ മെന്റൽ സ്റ്റേറ്റിനെയാണ്. എനിക്കും ആവശ്യം അതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവളെ കുറ്റം പറയാനും എനിക്ക് പറ്റില്ല, എന്നാലും അവനെ എനിക്ക് കുറ്റം പറയാൻ പറ്റാത്ത റീസൺ അതാണ്. ഇവള് പറയുന്നതിലാണ് എല്ലാ ആൾക്കാരും നിൽക്കുക. പക്ഷെ കുറെ ഞാൻ കണ്ടു അവൻ കയറിയോണ്ടാണ് എന്റെ കപ്പ് പോയത്. ഒന്നുമില്ല, എനിക്ക് എന്താണോ വിധിച്ചത് അതേ എനിക്ക് കിട്ടത്തുള്ളൂ. അതിൽ റസ്മിന് പറയാൻ പറ്റും. റസ്മിനെ ഇവരുടെ ഒരു കോംബോ എന്നുള്ള രീതിയിലാണല്ലോ ആ വാക്ക് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. എനിക്ക് തൽക്കാലത്തേക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ നമുക്ക് അതല്ല, നിങ്ങൾ രണ്ടുപേരും അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇവർ രണ്ടുപേരും തമ്മിലുള്ള കളിയാണ് നമ്മൾ ആദ്യം മുതൽ കാണുന്നത്. അത് ഫോഴ്സ്ഫുള്ളി ആയിപ്പോയെന്നുള്ളൊരു അഭിപ്രായമാണ് പ്രേക്ഷകർ പൊതുവിൽ പറഞ്ഞത്. അത് ജെന്യുവനായിട്ട് വരണമായിരുന്നു. ജെന്യുവനായിട്ടല്ല വന്നത്, ഒരു ഫോഴ്സ്ഫുൾ റിലേഷൻഷിപ്പാണ്. അതുകൊണ്ടാണ് സെക്കൻഡ് ഡേ തന്നെ ഇവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിട്ട് കാണിച്ചതെന്ന് പറഞ്ഞു. നിങ്ങളകത്ത് നിന്ന് കാണുന്നതാണല്ലോ, എന്തായിരുന്നു നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട്? അല്ല, സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്ക് അകത്തുള്ളവർ പറയുന്നതിലും എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം ഞാൻ ത്രൂ ഔട്ട് ഇവരുടെ കൂടെ ഉണ്ട്. പക്ഷെ ഇവരുടെ കൂടെ മാത്രമല്ല, ഞാൻ എല്ലാവരുടെ അടുത്തും ഉണ്ട്. അപ്പൊ എനിക്കതിൽ ഇവര് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടില്ല. സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ ലാസ്റ്റ് കൺഫ്യൂസ് ചെയ്യിപ്പിച്ചത് അഭിഷേകാണ്. അതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു സാധനം തോന്നിയിട്ടില്ല. അപ്പോൾ ഈ അകത്തുള്ള ആൾക്കാർ പറയുന്നതിന്റെ റീസൺ ഞാൻ മനസ്സിലാക്കിയിരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജാസ്മിനും ഗബ്രി ആണെങ്കിലും നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ ഇവർ രണ്ടുപേരും ഒരു ടീമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് അത്രയും നല്ല സ്ട്രോങ് ആയിട്ട് പോകുമെന്ന് അവർക്ക് അകത്തുള്ളവർക്ക് തോന്നിയതുകൊണ്ടായിരിക്കാം ഇവർക്കെതിരെ ഒരു സാധനം. പിന്നെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജാസ്മിനെ ആർക്കും എന്തു പറയാം. ജാസ്മിൻ ആർക്ക് എന്ത് പറഞ്ഞാലും ജാസ്മിൻ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവള് തന്നെ പോകും പിന്നാലെ. പോട്ടെ സാറേ, കാക്ക നിങ്ങളത് വിടുന്നു പറഞ്ഞിട്ട് ഇവള് തന്നെ പോകും. അപ്പൊ അങ്ങനെ ആറ്റിറ്റ്യൂഡുള്ള ഒരാളെ വീണ്ടും വീണ്ടും ആൾക്കാർക്ക് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. ആ ഒരു സ്വാതന്ത്ര്യം ഇവള് തന്നെയായിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ എനിക്കതിനെ ആ ടൈമിലൊക്കെ അങ്ങനെ തോന്നിയിട്ടുള്ളത്. ഇത് ഇവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിനെ ആൾക്കാർ ഇങ്ങനെ പറയുന്നു. കൂടുതലും ഇത് ചർച്ച ചെയ്യപ്പെട്ടത് വീക്കെൻഡ് എപ്പിസോഡുകളിലാണ്. അപ്പോൾ ഇവളെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ജാസ്മിൻ ഗബ്രി എന്നുള്ള സാധനത്തിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് അതൊരു ടോപ്പിക് ആയപ്പോൾ വീണ്ടും ഹൗസിലുള്ളവർക്ക് ഇതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിച്ച് ഇവരെ തകർക്കാനായിട്ടുള്ളൊരു ടോപ്പിക്കായിട്ട് മാറി. പിന്നെ സെക്കൻഡ് വീക്കിൽ ഇവള് മെന്റലി ഭയങ്കര ഡൗൺ ആയിരുന്നു. ഭയങ്കര ഡൗൺ എന്ന് പറയുന്നത് ഭയങ്കര ഡൗൺ ആയിരുന്നു. ഫോൺ കോളും ആ കാര്യങ്ങളൊക്കെ വന്നിട്ട് അത്രയും ജെന്യൂനായിട്ട് നിന്നൊരു വ്യക്തിയാണ് ജാസ്മിൻ ജാഫർ. അപ്പോൾ എനിക്കത് കാണുമ്പോൾ ഞാൻ കണ്ടതും ഞാൻ അനുഭവിച്ചതും വെച്ചിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അപ്പോൾ എനിക്കതിൽ ഇവർ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാനും ഫസ്റ്റ് വന്നപ്പോൾ ഫസ്റ്റ് കണക്ട് ആയത് ജാസ്മിനായിട്ടാണ്. ഞങ്ങൾ ഒരു ടീമിലായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് മുതൽ ജാസ്മിൻ്റെ രീതി അറിയാം. പിന്നെ എനിക്കും എന്തോ ഒരു സിമിലാരിറ്റി എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഞാനും ജാസ്മിനെ ഏകദേശം സെയിം ഒരു രീതിയിൽ പോകുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, സംസാരത്തിലാണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും. അപ്പോൾ എനിക്ക് ഇവളെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവള് പെട്ടെന്ന് അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൊടുക്കും. ആ ഒരു രീതിയിൽ ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇവള് പറയുന്ന പോലെ നമുക്ക് അവിടെ നിൽക്കാൻ ഒരു കൈ ഉണ്ടെങ്കിൽ ഭയങ്കര ആശ്വാസമാണ്. ഈ സൗഹൃദത്തിൻ്റെ ആ ആസ്പെക്റ്റിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ യെല്ലോ കാർഡ് വാങ്ങിച്ചത് ജാസ്മിനെ തല്ലാൻ വന്നു എന്നുള്ള ആ കോൺട്രഡിക്ഷൻ ഇല്ലേ? ആ കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തല്ലിപ്പോവെന്ന് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. ടെമ്പർ കയറി എന്നുള്ളത് മനസ്സിലായി, കൈവിട്ടു പോയെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ തല്ലരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ തല്ലാൻ വരുന്നത് ജാസ്മിനെയാണ്. അതെങ്ങനെയാണ് സംഭവിച്ചത്? അതെങ്ങനെയോ സംഭവിച്ചു പോയി. അതെങ്ങനെയോ സംഭവിച്ചു പോയി. കാരണം കുറേ കാര്യങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആക്കി. കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇതൊന്നും കണ്ടുവന്ന ആളല്ല, ബിഗ് ബോസ് കണ്ടുവന്ന ആളല്ല. അപ്പോൾ ഞാൻ ഗോ വിത്ത് ദി ഫ്ലോ, ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ആൾക്കാരെങ്ങനെ നമ്മളുടെ അടുത്ത് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇതൊക്കെ എനിക്ക് ഇവള് പറഞ്ഞു തരുന്നുണ്ട്, നോറയും പറഞ്ഞു തരുന്നുണ്ട്, നിന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പലതും പറയുന്നുള്ളത്. പക്ഷെ നമ്മൾ ആൾക്കാരെ വിശ്വസിച്ചു പോകും. കാരണം ഇവരെ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 24/7. വീട്ടിൽ നമുക്കൊരു ഒരു കൺഫ്യൂസിങ് സ്റ്റേജ് ഉണ്ട്. ചിലത് നമുക്ക് ഇത് വിശ്വസിക്കാമോ, ഇത് വിശ്വസിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഉറച്ച് നമ്മളിതിൽ നിൽക്കണം, ഇന്നത് എന്ന് നമുക്ക് ഉറച്ച് നിൽക്കണം. എനിക്കത് വിശ്വസിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ ഞാൻ ആ കൺഫ്യൂസിങ് സ്റ്റേജിൽ നിന്നൊരു സാധനമാണ് ഇപ്പം എൻ്റെയും ഗബ്രിയുടെയും കാര്യം. എൻ്റെ കൺഫ്യൂസിങ് സ്റ്റേജ് ആയിരുന്നു കേട്ടത്. ബാക്കി ഇപ്പം ഇവളെ പറ്റി ആൾക്കാർ ഒന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ ഇവളെ കുറ്റപ്പെടുത്തി പറയുമ്പോഴും, ഇവള് ഇതാന്ന് പറയുമ്പോഴും ഞാൻ പ്രശ്നമില്ല ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ വിടാറുണ്ട്. ഇവളുടെ ആ ഒരു കൺഫ്യൂസിങ് സ്റ്റേജ് വന്നത് ഈ ഒരു സാധനത്തിലാണ്. അത് അവളെ അലട്ടിയെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ എല്ലാം ഇവളോട് പറഞ്ഞിട്ട് ഇത് പ്ലാനിങ് എന്നുള്ള രീതിയിൽ ഈ പുറത്തുനിന്ന് വന്ന വൈൽഡ് കാർഡും കൂടെ ആണല്ലോ.
പിന്നെ ഈ പുറത്തുനിന്ന് വന്ന് പിന്നെ റീ എൻട്രിക്ക് ആ സമയത്ത് വേറെ ആളൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പുള്ളി ഇവരെല്ലാവരും ഇരുന്ന് ചർച്ച ചെയ്യുന്നതാണ് ഇവള് കേട്ടത്. അപ്പൊ ഇവക്ക് ഇത് എന്താണ് ഏതാണ് നമുക്കവിടെ വിളിക്കാനോ അല്ലെങ്കിൽ വേറൊരാളോട് സംശയം ചോദിക്കാനോ നമുക്ക് ആരുമില്ല എന്നുള്ളത് ഒരു വേറൊരു വാസ്തവമാണ്. എല്ലാം നമുക്ക് ഓപ്പൺ അപ്പ് ആയിട്ട് നമുക്ക് സംസാരിക്കാനും പറ്റാത്തൊരു സാഹചര്യം കൂടാണ്. ഇത്ര ക്യാമറ അത് ഇതൊക്കെ അല്ലേ. അപ്പൊ ഇവക്ക് അത് വെച്ചിട്ട് ഇവള് ഭയങ്കര കൺഫ്യൂസ് ആയിപ്പോയി. ഇവൾ എന്നോട് ഇത് തുറന്ന് സംസാരിക്കുന്നില്ല, തുറന്ന് സംസാരിച്ചാൽ ഞാനത് എങ്ങനെ എടുക്കുമെന്ന് ഇവക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഏതോ ഒരു പറ്റിയതാ. പിന്നെ ആ പ്രഷർ നമ്മുടെ ഹൗസ്. പക്ഷെ അത് കുറേ സമയം എടുത്തു അത് മാറ്റാൻ. റസ്മിൻ അങ്ങനെയാണോ പൊതുവില്? അല്ല, എനിക്ക് ഒരു സാധനം ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ആരോടെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്താണെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഫേസിൽ അത് അറിയാൻ പറ്റും. 2-3 ദിവസം ഞാൻ ഇവളെ മുഖത്ത് നോക്കിയിട്ടില്ല. അത് അവള് മനസ്സിലാക്കുകയും ചെയ്തു. എന്താ പ്രശ്നം ഇവള് പോലും അറിയാണ്ടാണ് എന്റെ ഉള്ളിൽ ആ സാധനം കയറിയത്. പിന്നെ ഇവൾക്ക് മനസ്സിലായി എന്തോ കയറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ തുറന്ന് സംസാരിക്കുന്നില്ല. ഞാൻ മാറി ആ ഒരു മറ്റേ ഗാർഡൻ ഏരിയയിൽ പോയിട്ട് കിടന്നിട്ട് ഞാൻ പറയുന്നുണ്ട് എനിക്കിപ്പോ സംസാരിക്കാൻ താല്പര്യമില്ല ഇതെന്നൊക്കെ. ആ സമയത്തൊക്കെ എന്റെ ഉള്ളിൽ ഈ സാധനം കിടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കത് ഒന്നില്ലെങ്കിൽ അത് ഞാൻ ഒബ്സർവ് ചെയ്ത് അതങ്ങനെ അല്ലാന്ന് ഞാൻ ആദ്യം ഉറപ്പിക്കണം. പക്ഷെ അതിനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല. ഇവള് വീണ്ടും വന്നു. അപ്പൊ ഞാൻ ഇവളോടെല്ലാം അങ്ങനെ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്തത്. കുറെ ആൾക്കാർ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. പിന്നെ നമുക്ക് അത് പറഞ്ഞ് തീർക്കാനുള്ള ഗ്യാപ്പും കിട്ടിയില്ല. അതിൻ്റെ ഇടയിൽ ഈ ടാസ്കും വന്നു. ടാസ്ക് വന്ന സമയത്ത് ഇവര് സിജോയും ജാസ്മിനൊക്കെ ഒരു ടീമാണ്. അപ്പോൾ അൻസിബ, ഞാൻ, നോറ, അഭിഷേക് ഒരു ടീമാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ജാസ്മിൻ മനഃപൂർവ്വം നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ പവർ റൂമാണല്ലോ, ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങളായിട്ട് നമ്മളെ അടുത്ത് വരും എന്നൊക്കെ ഒരു ഡിസ്കഷൻ വന്നപ്പോൾ മൊത്തം അങ്ങനെ ഒരു സാധനം വന്നു. പിന്നെ നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല എന്നുള്ളൊരു ഇതിലേക്ക് വന്നപ്പോൾ കയ്യിൽ നിന്ന് പോയതാണ്. അത് കുഴപ്പമില്ല, ഒരു കാർഡ് കൊണ്ട് തീർന്നല്ലോ, തിരിച്ചു വരാൻ പറ്റിയല്ലോ. അല്ല, ഒരു കാർഡ് കൊണ്ട് പോയി, അത് കുഴപ്പമില്ല, അത് കോംപ്രമൈസ് ആയി. ലെറ്റർ വല്ലതും കിട്ടിയിട്ടുണ്ടായിരുന്നു? പിന്നെ ലെറ്റർ കിട്ടിയിട്ടുണ്ട് എനിക്ക്. എന്ത് ബിഗ് ബോസ് ലവ് ലെറ്റർ വന്നോ, ലാലേട്ടന്റെ മോളാണ് ഞാൻ, ബിഗ് ബോസിന്റെ മരുമോളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട്